ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ദക്ഷയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി പുതുവർഷാശംസകൾ നേരുന്നു. എല്ലാവർക്കും ഇതൊരു സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ യൂണിവേഴ്സ് സാധിച്ചു തരട്ടെ. ഇപ്പോൾ 111 പോർട്ടൽ ഓപ്പണിങ്ങും കൂടിയാണ്. മിക്കവർക്കും അതറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നിങ്ങളുടെ ഈ ഒരു ദിവസം തുടങ്ങുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ്, നിങ്ങളുടെ ചിന്തകളെല്ലാം ആ ഒരു പോസിറ്റീവ് ആംഗിളിലൂടെ തന്നെ കൊണ്ടുപോവുക. നിങ്ങളുടെ തീർച്ചയായിട്ടും ഉറച്ച ആ ഒരു വിശ്വാസം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു യൂണിവേഴ്സിനോടുള്ള വിശ്വാസം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഇമോഷൻസ് ആണ്. ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജ് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്നുള്ളത് നോക്കാം. അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക. വളരെ പോസിറ്റീവായിട്ട് തന്നെ അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. നമ്മൾ 3 കാർഡ്സാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. ഡയറക്റ്റ് യുവർ എനർജി ടുവേർഡ്സ് വാട്ട് യു വാണ്ട് ടു അച്ചീവ്. കറേജ്. വിഷ്വലൈസ്. ഈ 3 മെസ്സേജസാണ് ഈ ഒരു സമയം യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ഫസ്റ്റ് മെസ്സേജ് തന്നെ എനർജിയാണ്. അതായത് ആ ഒരു ഊർജ്ജമാണ്. നിങ്ങളുടെ ഗോൾ എന്താണോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടൊരു ധാരണ ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് അതൊരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് പോകാനായിരിക്കാം, തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകാനായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മാരേജ് പോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവാനായിരിക്കും. അപ്പോൾ എന്താണോ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം, അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവണം. ഇന്ന കാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ റിലേഷൻഷിപ്പിൽ എനിക്ക് ഈ ഒരു കാര്യമാണ് വേണ്ടതെന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ പരമാവധി കുറയ്ക്കാനായിട്ട് തന്നെ ശ്രമിക്കുക. അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ തന്നെ പോസിറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്യും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നെഗറ്റീവായി പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ഒരു ഡിസ്ട്രാക്ഷൻസ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. ആൻഡ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡാണ്. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവാനായിട്ട് യൂണിവേഴ്സിനോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് തന്നെ തുടങ്ങുക എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി, നമ്മളുടെ ലക്ഷ്യബോധം കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ കറേജ് എനർജി. ബി ബ്രേവ് ഇനഫ് ടു ചേസ് യുവർ ഡ്രീംസ്. നമ്മളുടെ ഒരു സ്വപ്നം എന്താണോ അതിനെ ചേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് വേണം. അല്ലാതെ നമ്മൾ പാതി വഴിക്കിട്ടിട്ട് പോകരുത് എന്നുള്ളൊരു കാര്യമാണ്. ഇന്നൊരു കാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യത്തിൽ യൂണിവേഴ്സ് എൻ്റെ ഒപ്പം നിൽക്കണം എന്നുള്ള ഒരു നമ്മളുടെ തന്നെ എന്താ പറയുക, ഒരു ഡിറ്റർമിനേഷൻ, സ്ട്രോങ് ഡിറ്റർമിനേഷനാണ് നമുക്കവിടെ വേണ്ടത്. ആൻഡ് ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുന്നത് വിഷ്വലൈസ് ആണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ പോസിറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ചിലവർ അനാവശ്യമായിട്ട് തേർഡ് പാർട്ടിയൊക്കെ ഇൻവോൾവ് ചെയ്ത് ആലോചിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ അപ്പുറത്ത് പോയിട്ട് മാനിഫെസ്റ്റേഷനും കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എപ്പോഴും നമ്മളുടെ ആ ഒരു ലക്ഷ്യം എന്താണോ അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ റെഡി ആയിട്ടിരിക്കുക. എങ്കിലേ അതിന് വിചാരിച്ച ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും ആ ഒരു മാർഗ്ഗത്തിലൂടെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറും എന്നുള്ളതാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പേഴ്സണ് നിങ്ങളോട് ഇപ്പോൾ ഉള്ള ഒരു ട്രൂ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കിങ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ്, ത്രീ ഓഫ് വാൻസ്, ടു ഓഫ് സോഡ്സ്, the world, three of pentacles, nine of cups, five of wands,
Page of Wands, Temperance, Nine of Pentacles, Four of Wands, Queen of Wands, Magician. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വ്യക്തികൾക്കും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. മാത്രമല്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ചെറിയ ക്ലാഷസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഒരു ചെറിയ സെപ്പറേഷനോ കാര്യങ്ങളോ വന്നിട്ടുണ്ടാവാം. മറ്റാരുടെയെങ്കിലുമൊക്കെ തടസ്സങ്ങളുള്ളത് കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ചില ക്ലാഷസ് ഉണ്ടായിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻറ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ അവർക്ക് നിങ്ങളോട് ഒരുപാട് ഇമോഷൻസ് ഉള്ളൊരു ടൈമായിട്ടാണ് കാണുന്നത്. മനസ്സിനകത്ത് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു മിസ്സിങ് എനർജിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുള്ളത്. പക്ഷേ ആ ഒരു ഇമോഷൻസ് അവർ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. കൂടുതലും കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ ഒരു ഹാർട്ട് ആൻഡ് ഹെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൃദയം പറയുന്നത് കേൾക്കാറുണ്ട്. നമ്മൾ ആ ഒരു ഹെഡിന് കൂടുതൽ അല്ലെങ്കിൽ ആ ഒരു ലോജിക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ മാറ്റി നിർത്തിയിട്ട് നമ്മളുടെ ഒരു ഹൃദയം അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് പറയുന്നത് പോലെ ആ ഒരു സ്റ്റേറ്റിലാണ് ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു പേഴ്സൻ്റെ എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ മനസ്സിനകത്ത് അവർക്ക് ഒരുപാട് സ്നേഹവും ഇഷ്ടമൊക്കെ നിങ്ങളോട് തോന്നുന്ന ഒരു സമയമായിട്ട് തന്നെ നമുക്ക് കാണാം. പക്ഷേ അത് ഓവറായിട്ട് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. ചിലപ്പോൾ അവരുടെ ആ ഒരു ഇമോഷൻസ് കംപ്ലീറ്റ്ലി നിങ്ങൾ അറിയണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏത് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ തുറന്ന് കാണിക്കുമ്പോഴാണ് അത് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആവുക. പക്ഷേ ചിലവർ ഈ പറഞ്ഞ പോലെ വഴക്കിട്ടിരിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ചിലരാണെന്നുണ്ടെങ്കിൽ ഈഗോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിനകത്ത് അടക്കി വയ്ക്കും. അത് ഇപ്പോൾ അറിയണ്ട, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള സ്നേഹം അവിടെ ഇരുന്നോട്ടെ, ഞാൻ അത്രയും അവരെ മനസ്സിനകത്ത് കൊണ്ട് നടക്കുന്നുണ്ട് എന്നറിയണ്ട. പ്രത്യേകിച്ച് വഴക്കിടുന്ന സാഹചര്യങ്ങളിലാണ് ഇങ്ങനെയുള്ളൊരു തോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ലോങ് ഡിസ്റ്റൻസ് കണക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നേരിൽ കാണാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുമിച്ച് യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര പോയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെമ്മറീസ് ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ടാവാം. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻഡിസിഷൻ സ്റ്റക്നെസ് ഒക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ക്ലാഷസോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു സ്റ്റക്നെസ്. ഇപ്പോൾ നിങ്ങളോടൊന്നും മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ആലോചന തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ എന്നിരുന്നാൽ കൂടിയും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ചില വ്യക്തികളുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഹാപ്പി ആവാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ലൈഫിന് കംപ്ലീഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോടൊപ്പം വേണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് കാണാം. തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സമയം നിങ്ങൾ ഒരുപാട് ഈ ഒരു പേഴ്സണെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പേർക്കും ചിലപ്പോൾ ആ ഒരു പരസ്പരം സപ്പോർട്ടായിട്ട് മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും സപ്പോർട്ടായിട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കൂടി ആയിരിക്കും. ചില റിലേഷൻഷിപ്പിൽ നമ്മളൊരു കാണുന്ന പ്രത്യേകതയാണ് രണ്ട് പേർക്കും രണ്ട് വ്യക്തികളുടെ ലൈഫിൽ കടന്നു വന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവാറുണ്ട്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അതിപ്പോൾ അവരുടെ തൊഴിലിലായാലും അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിലായിരിക്കും, ചില ബിഹേവിയറിലായിരിക്കാം. ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു ബാഡായിട്ടുള്ള ഒരു ശീലങ്ങളുണ്ടെങ്കിൽ അത് ഒരു വ്യക്തി വന്നതിന് ശേഷം മാറിയിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അവരുടെ ലൈഫിൽ നിങ്ങൾ കൂടെ വേണം, എങ്കിലാണത് കംപ്ലീറ്റ് ആവുക. അല്ലെങ്കിൽ അവർക്ക് സന്തോഷത്തോടു കൂടി അത് ഒരു ഫുൾഫിൽമെൻറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള മിക്ക എനർജീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അവർ കൂടുതലും ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഹൃദയം കൊണ്ട് തീരുമാനമെടുക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഭയങ്കരമായിട്ട് ഇമോഷൻസ് നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു പാറ്റേണിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ലോജിക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വഴക്കിട്ടിരിക്കുന്നതിൻ്റെ ആ ഒരു ഗർവ്, അതൊക്കെ ചിലപ്പോൾ വിട്ടുകളഞ്ഞെന്ന് വരും. കാരണം ആ ഒരു സ്നേഹം അധികരിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന എന്തൊക്കെ തടസ്സങ്ങളുണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അതെല്ലാം വളരെ ആ ഒരു ഒബ്സ്റ്റക്കിൾസ് എല്ലാം തീർച്ചയായിട്ടും ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ അതിനുള്ള ഒരു പവർ ഈ ഒരു വ്യക്തിക്കുണ്ട് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി ആണെന്നുണ്ടെങ്കിലും കാൺ വെയിറ്റ് ടു സ്റ്റാർട്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങളൊന്ന് സെപ്പറേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് റിന്യൂ ചെയ്യാൻ, സംസാരിക്കാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ
ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അവരെത്രത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ സ്റ്റക്കായിട്ട് വേണോ വേണ്ടയോ എന്നൊരു ആശങ്കയിൽ വന്നു കഴിഞ്ഞാലും അവരുടെ മനസ്സിന് അടങ്ങി ഇരിക്കാൻ പറ്റാത്ത ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്യൂൻ ഓഫ് വൺസ് ഒക്കെ പോലെ വളരെ ഒരു ഹൈലി ആക്ഷൻ ഓറിയൻറ്റഡ് എനർജീസൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം, സമൂഹത്തിൽ ഉയർന്ന ഒരു പൊസിഷനിലുള്ള വ്യക്തിയായിരിക്കാം. അപ്പോൾ ചില വ്യക്തികളെ നമ്മൾ പുറമേ നിന്ന് നോക്കി കാണുമ്പോൾ അവർക്കെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ അവർക്കെന്താ സന്തോഷത്തിനൊരു കുറവ്, അവർക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, സാമ്പത്തികമുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല വീടുണ്ട്, ഫാമിലി ഉണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പുറമേ നിന്ന് അനലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അവരുടെ ലൈഫിൽ വേറെ പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഈ ഒരു പേഴ്സൺ ഫുൾഫിൽമെൻ്റ് എന്ന് വിചാരിക്കുന്നത് നിങ്ങളോടൊപ്പമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുണ്ടെന്നുണ്ടെങ്കിലാണ് അതിനൊരു പൂർത്തീകരണം ഉണ്ടാവുക. അല്ലെങ്കിൽ ആ ഒരു മിസ്സിംഗ് പീസ് എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെ അതവർ നിങ്ങളെയാണ് കാണുന്നത് അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതും. നമ്മളിവിടെ കാണുന്നത് പോലെ മനസ്സ് ചെറുതായിട്ടൊന്ന് ശങ്കിച്ച് നിന്ന് കഴിഞ്ഞാൽ പോലും ആ ഒരു ഈഗോയോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെയും ഓവർകം ചെയ്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒരുപാട് ഒരു ഹാപ്പി മൂഡിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് തന്നെ നിങ്ങൾ അവരുടെ ഒപ്പം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈം പീരീഡും കൂടിയാണ്. അകന്ന് നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ആ ഒരു വീട്ടിലേക്ക് മടങ്ങി വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നമ്മളെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ചു വരാനായിട്ട് ഇഷ്ടപ്പെടുന്നത് സ്വന്തം വീട്ടിലേക്കാണ് എന്ന് പറയുന്നത് പോലെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരാനായിട്ട് അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ഈ ഒരു വ്യക്തിക്ക് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഒരുപാട് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ തന്നെ മാറ്റിമറിച്ചൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഒരുപാട് സന്തോഷത്തോടെ പോകാനായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണം എന്നുള്ള ആ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ യാത്രകൾ ചെയ്യുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ ചില ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് കളറാവും എന്ന് പറയാറില്ലേ, എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ ഒരുപാട് നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ട് തന്നെ നമുക്ക് കാണാം. എന്തെങ്കിലും ഒരു സ്റ്റക്നെസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളോ തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനെ ഓവർകം ചെയ്യാനായിട്ട് മാനസികമായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന ഒരു എനർജി കൂടിയാണ്. ഇവിടെ നമുക്ക് ഫൈനലി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മെജീഷ്യൻ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഫീലിങ്സ് മാത്രമല്ല കാണാനായിട്ട് കഴിയുന്നത്, ആക്ഷൻ ഓറിയൻറ്റഡ് എനർജി കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഫീലിങ്സ് എന്ന് പറഞ്ഞ് സപ്രസ് ചെയ്ത് പോകുന്ന ഒരു എനർജി ആയിട്ടല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. എന്ത് പ്രതിസന്ധിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം, സംസാരിക്കണം. ആ ഒരു വൈബ് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവുമെന്ന് അറിയില്ല. അപ്പോൾ ആർക്കൊക്കെ റെസനേറ്റ് ആയി കഴിഞ്ഞാലും അവരെ വിളിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് കൂട്ടാൻ ആഗ്രഹിക്കുന്ന വളരെ ഒരു ഹൈ എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 21, നമ്പർ 14, നമ്പർ 1 ആൻഡ് നമ്പർ 9. അതുപോലെ ഇവിടെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് അക്വേറിയസ്, ലിയോ, ടോറസ്, സ്കോർപിയോ, ജെമിനായി, വിർഗോ ആൻഡ് സെജിറ്റേറിയസ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. സ്ട്രോങ് ബോണ്ടിങ് ആഗ്രഹിക്കുന്നവർ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഈ ഒരു എനർജി ക്ലെയിം ചെയ്യാം. കാരണം ഈ ഒരു പേഴ്സൺ ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റക്നെസ് ഉണ്ടെങ്കിൽ പോലും അത് മറികടന്ന് നിങ്ങളിലേക്ക് അവരായിട്ട് തന്നെ വരാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.